എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. 400 ഗ്രാം പനീർ ഞാൻ മുറിച്ച് പീസസാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിനെ എന്നിട്ട് നമുക്ക് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമേ. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ മസാലകളെല്ലാം പിടിക്കത്തക്ക പോലെ ഇളക്കി കൊടുക്കണമേ. നമുക്കിനി ഇത് അടച്ചു മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു പാത്രമെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ, അതേപോലെ 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ച് റെഡിയാക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കയ്യാലാണെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടി ഒന്ന് തടവി വെക്കുക. അരമണിക്കൂറോളം അതും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇതേ സമയത്ത് വേറൊരു ബൗൾ എടുക്കുക. 2 പച്ചമുളക് അതിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് ഒഴിച്ച് ഇളക്കി നമുക്കതിനെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഇന്ദുപ്പ്, 1 ടീസ്പൂണ് ഉണങ്ങിയ മാങ്ങ പൊടിച്ചത്, 1/2 ടീസ്പൂണ് റോസ്റ്റഡ് ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പനീറുണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. അതായത് അങ്ങും ഇങ്ങുമൊക്കെ ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വന്നാൽ ഉടനെ തന്നെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ചോപ്പ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. എന്നിട്ടൊന്ന് അടച്ചു വെച്ചും കൂടി കൊടുക്കുകയാണെന്നുണ്ടല്ലോ പെട്ടെന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറണം. ഏകദേശം ഒരു 1/4 ഭാഗം വഴുന്നതിന് ശേഷമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റും അറിയിക്കണേ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തേ. കാരണം ആദ്യം നമ്മൾ ഇട്ടില്ലായിരുന്നു മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അതായത് ഇതിൻ്റെ പച്ചമണം പോയി നല്ലതായിട്ട് ഇത് മൂത്ത് വരണം. അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3 തക്കാളിക്കായ അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ഹൈബ്രിഡ് തക്കാളിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനധികം പുളിയില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. അതും ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് 2-3 മിനിറ്റോളം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ തക്കാളി പുളിയൊക്കെ ചേർക്കുന്നുണ്ട്. അതിന് എല്ലാവരും അതിൻ്റെ അളവൊക്കെ ഒന്ന് ക്രമീകരിക്കണേ, അല്ലെ അധികം പുളിയായി പോകുമേ. ഇപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളിയും തൈരും ഒക്കെ വേണം ചേർക്കാൻ. ഈ സമയത്ത് ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തേ. അത് തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇനി ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഈ പനീറിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് കിട്ടേണ്ട ഒരു മസാല ഇത് നമുക്ക്. അപ്പോൾ ഇതൊരു ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാനാണല്ലോ, അതുകൊണ്ട് ഒട്ടും വെള്ളം ഇതിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവുമേ. ഇനി 1/2 ടീസ്പൂണ് കസൂരി മേത്തിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു.
പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാമേ. ഇതേപോലെ ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഈ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒന്ന് ആറാനായിട്ട് അനുവദിക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാമേ. കുറച്ച് പൊടി തൂവി വേണം പരത്താനായിട്ട്. എന്നിട്ട് ഒരു തവയിലിട്ട് നമുക്കിതിനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ എണ്ണ 2 സൈഡിലും നന്നായിട്ട് തൂത്ത് നല്ലതായിട്ട് അതിനെ മൊരിച്ചെടുക്കണേ. എന്നിട്ടത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പ്ലേറ്റിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പൗഡർ തയ്യാറാക്കി വെച്ചിരുന്നല്ലോ മസാലയുടെ, അത് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പനീറിൻ്റെ ഫില്ലിങ്ങും കൂടി അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയനോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയനോ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നല്ലോ പച്ചമുളകും വിനാഗിരിയും കൂടെ ചേർത്ത് അതും ഒരു 2-3 തുള്ളി അതും തൂവി പച്ചമുളകും കൂടി അതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പനീർ റോള് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.